ഗുട്ടൻ ടാഗ്. ഇന്ന് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലെ ആർട്ടിക്കിളെ കുറിച്ച് പഠിക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കുള്ള ആകെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദി എന്നൊരു ആർട്ടിക്കിളാണ്. പക്ഷെ ജർമ്മൻ ലാംഗ്വേജിൽ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോഴേക്കും ആർട്ടിക്കിളെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ. അത് കഴിഞ്ഞാൽ ഉൺബെസ്റ്റിംഡർ, ഉൺബെസ്റ്റിംഡർ, ഉൺബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ und und Negation ആർട്ടിക്കിൾ, Negation ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ നെഗാക്സിയോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആർട്ടിക്കിൾ. ഫസ്റ്റ് നമുക്ക് ബെസ്റ്റിംഡർ ആർട്ടിക്കിളെ കുറിച്ച് പഠിക്കാം. ആർട്ടിക്കിളിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകലിംഗമാണോ അല്ലെങ്കിൽ പ്ലൂരലാണോ ബഹുവചനമാണോ എന്ന് നോക്കിയാണ് ആർട്ടിക്കിളിലെ വ്യത്യാസം വരുന്നത്. ഫസ്റ്റ് മസ്കുലിൻ, മസ്കുലിൻ അല്ലെങ്കിൽ പുല്ലിംഗം, മസ്കുലിൻ, മസ്കുലിൻ. ഫെമിനിൻ, ഫെമിനിൻ. ന്യൂട്രൽ അല്ലെങ്കിൽ നോയത്രം, നോയത്രം. ആൻഡ് പ്ലൂറാൽ, പ്ലൂരൽ അല്ലെങ്കിൽ പ്ലൂറാൽ എന്നാണ് പറയുന്നത്. അതിനകത്ത് എങ്ങനെയാണ് വരുന്നത്? മസ്കുലിൻ വരുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ദെയർ, ദെയർ. ഫെമിനിൻ വരുമ്പോൾ ദി, ഡി ഐ ഇ, ദി. നോയത്രം വരുമ്പോൾ ദസ്. പ്ലൂറൽ വരുമ്പോൾ വീണ്ടും ദി, ദർ, ദി, ദസ്, ദി. മസ്കുലിൻ വരുമ്പോൾ ദെയർ, ഫെമിനിൻ വരുമ്പോൾ ദി, നോയത്രം വരുമ്പോൾ ദസ്, ദസ്, ഡി എ എസ്, ദസ്. പ്ലൂറൽ വരുമ്പോൾ അല്ലെങ്കിൽ പ്ലൂറാൽ വരുമ്പോഴേക്കും ദി, ദർ, ദി, ദസ്, ദി, ദർ, ദി, ദസ്, ദി. എക്സാമ്പിൾ മൻ, മൻ എന്ന് പറഞ്ഞാൽ മാൻ, മാൻ. നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ലേ മാൻ, മനുഷ്യൻ. അത് ആണാണല്ലോ, പുല്ലിംഗമാണ്. അപ്പോൾ ദർ മൻ, ദർ മൻ, ദർ മൻ. പെണ്ണിന് സ്ത്രീലിംഗം എന്താ പറയുക? വുമൺ അല്ലെങ്കിൽ ഫ്രൗ, 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 ദി ഫ്രൗ, ദർ മൻ, ദി ഫ്രൗ. ഇനി പെൺകുട്ടി, പെൺകുട്ടി പോട്ടെ, ആ പേര് വേണ്ട നമുക്ക്. ഒരു കുട്ടി, സാധാരണ ഒരു കുട്ടിയുടെ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ കിൻഡ് എന്നാ പറയുന്നത്, ഒരു കുട്ടി. അപ്പോൾ കിൻഡ്, ദസ് കിൻഡ്. കിൻഡ് എന്നുള്ളത് ന്യൂട്രലാണ് അല്ലെങ്കിൽ നോയത്രമാണ്. ദസ് കിൻഡ് എന്നേ പറയത്തുള്ളൂ, ദസ് കിൻഡ്. ഇനി പ്ലുറാൽ, ആൾക്കാർ, പീപ്പിൾ എന്ന് പറയത്തില്ലേ, അത് നമ്മൾ ഈ ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത് ലോയറ്റ്, 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 LEUTE, ലോയറ്റ്. ദർ മൻ, ദി ഫ്രൗ, ദസ് കിൻഡ്, ദി ലോയറ്റ്, ദി ലോയറ്റ്. മനസ്സിലായോ? മസ്കുലിൻ വരുമ്പോൾ വരുന്ന ആർട്ടിക്കിൾ ദെയർ, ഫെമിനിൻ വരുമ്പോഴേക്കും ദി, നോയത്രം വരുമ്പോൾ ദസ്, പ്ലൂറാൽ വരുമ്പോൾ ദി. ഓക്കെ അല്ലേ? ഇത് നമുക്ക് നോമിനാറ്റീവ് എന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന ആർട്ടിക്കിളാണ്. നോമിനാറ്റീവ്, നോമിനാറ്റീവ്, നോമിനാറ്റീവ് എന്ന വിഭാഗത്തിൽ. നോമിനാറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ പറയുന്നതാണ് നോമിനാറ്റീവ്. ദെയർ മൻ എന്ന് പറയുന്നതാണ് നോമിനാറ്റീവ്. ഓക്കെ അല്ലേ? ഒരു സബ്ജക്റ്റ്, സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ്, അതായത് സബ്ജക്റ്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നോമിനാറ്റീവ് എന്ന കേസിലാണ് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അക്യൂസാറ്റീവ് ഉണ്ട്, അക്യൂസാറ്റീവ് ഉണ്ട്, അക്യൂസാറ്റീവ്, ഗെനറ്റീവ്, ഡാറ്റീവ്, ഡാറ്റീവ് ഉണ്ട്, ഗെനറ്റീവ് ഉണ്ട്. അതൊക്കെ നമുക്ക് പോകെ പോകെ പഠിക്കാം. നോമിനാറ്റീവ് എന്ന വിഭാഗത്തിൽ വരുമ്പോഴേക്കും സബ്ജക്റ്റ് എന്ന രീതിയിലാണ് നോമിനാറ്റീവിനെ പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്ന കേസിലാണ് നോമിനാറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിന് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വിശദമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. മസ്കുലിൻ വരുമ്പോഴേക്കും ദെയർ വരുന്നു. അതിൻ്റെ എക്സാമ്പിൾ മൻ, ദെയർ മൻ.
ഫെമിനിൻ വരുമ്പോഴേക്കും ദി വരുന്നു ആർട്ടിക്കിൾ, അതിൻ്റെ എക്സാമ്പിളാണ് ദി ഫ്രാവ്. നോയത്രം വരുമ്പോഴേക്കും ദസ് വരുന്നു, അതിൻ്റെ ഒരു എക്സാമ്പിൾ ദ കിൻഡ്. കിൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടി. പ്ലുറാൽ വരുമ്പോഴേക്കും ദി ലോയറ്റ്, പീപ്പിൾ, പീപ്പിൾ. ഓക്കെ അല്ലേ? ദർ മൻ എന്ന് പറയുന്നത് നോമിനാറ്റീവ് കേസാണ്. നോമിനാറ്റീവ് എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ദർ മൻ എന്ന നോമൻ. ദർ മൻ എന്ന നോമൻ അല്ല, അതായത് സബ്ജക്റ്റ് വരുന്ന കേസുകളെ നമ്മൾ പറയുന്നത് നോമിനാറ്റീവ് കേസാണ്. സബ്ജക്റ്റിനെ മാത്രം, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ പറയുന്നതാണ് ദർ മൻ എന്നോ ദി ഫ്രാവ് എന്നോ ദ സ്കിൻഡ് എന്നോ ദി ലോയറ്റ് എന്നോ പറയും നോമിനാറ്റീവ് കേസ്. ഓക്കെ അല്ലേ? സബ്ജക്റ്റ് കേസുകളെല്ലാം പറയുന്നത് നോമിനാറ്റീവ് എന്നാണ്. അക്യൂസാറ്റീവ് പറയുമ്പോഴേക്കും ഒബ്ജക്റ്റിനെയാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ബാക്കിയുള്ള കേസുകളെ ഞാൻ ഓരോന്നേരം പറയും. ഇപ്പോൾ അക്യൂസാറ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോമിനാറ്റീവ് സബ്ജക്റ്റ് ആണെന്ന്. ഓക്കെ അല്ലേ? അതൊന്ന് ജസ്റ്റ് ഒന്ന് തരംതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. സബ്ജക്റ്റ് നോമിനാറ്റീവ് കേസും ഒബ്ജക്റ്റ് അക്യൂസാറ്റീവ് കേസുമാണ്. ഓക്കെ, ഇതിനൊക്കെ അതിൻ്റെതായ ഓരോ ആർട്ടിക്കിൾ വ്യത്യാസപ്പെട്ട് വരുന്നുമുണ്ട്. ഈ ആർട്ടിക്കിൾ ഈ ഓരോ കേസിലും വ്യത്യാസപ്പെട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് നോക്കാം. അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ. ബെസ്റ്റിംഡർ ആർട്ടിക്കൽ, ബെസ്റ്റിംഡർ ആർട്ടിക്കൽ ഉണ്ട് നെഗാറ്റീവ് ആർട്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ആണ്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് ബെസ്റ്റിംഡർ ആർട്ടിക്കിളെ കുറിച്ച് പഠിക്കാം. അതുവരേക്കും ചിയേഴ്സ്.